കഥക് നൃത്ത ചുവടുകളുമായി വെട്ടം സിനിമയിലെ നായിക ഭാവന പാനി. അസാധ്യമായ മെയ്വഴക്കത്തോടെ കഥക് ചെയ്ത് വിസ്മയിപ്പിക്കുകയാണ് നടി. കൃത്യതയോടെ ചക്കർ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന ഭാവനയുടെ ചുവടുകളും വീഡിയോയിൽ കാണാം. വീഡിയോയ്ക്കൊപ്പം തന്റെ നൃത്ത ഗുരുവിനായി ഒരു കുറിപ്പും നടി പങ്കുവച്ചിട്ടുണ്ട്. എന്റെ ഗുരുവായ നീലിമ അസം കാരണമാണ് ഞാൻ കഥകിനെ പ്രണയിക്കുന്നത്. അവരുടെ ശരീരത്തിലെ ഓരോ കോശവും അവരുടെ ഗുരുവായ ശ്രീ പണ്ഡിറ്റ് ബിർജു മഹാരാജ് ജിയിൽ നിന്നും പകർന്നു കിട്ടിയ അറിവിനെ പ്രസരിപ്പിക്കുന്നു. 15 വയസ്സുള്ളപ്പോൾ മുതൽ എന്റെ ഗുരുവിൽ നിന്നും കഥക് അഭ്യസിക്കാൻ തുടങ്ങിയതാണ്. 2 ദശാബ്ദത്തിലേറെ ഞങ്ങളുടെ ഗുരു ശിഷ്യ ബന്ധം തുടങ്ങിയിട്ട്. ഇന്ന് ഞാൻ നർത്തകിയും നല്ലൊരു വ്യക്തിയുമായതിന് കാരണം എന്റെ ഗുരുവായ നീലിമ ജിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് താരം കുറിച്ചത്. കഥക് ചുവടുകൾ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ തീപ്പെട്ടിക്കൊള്ളി എന്ന കമന്റുകളാണ് നിറയുന്നത്. വെട്ടത്തിൽ ഭാവന ചെയ്ത കഥാപാത്രത്തെ തീപ്പെട്ടിക്കൊള്ളി എന്നായിരുന്നു വിളിച്ചിരുന്നത്. താൻ കൊള്ളാലോട് തീപ്പെട്ടിക്കൊള്ളി എന്ന് കമന്റ് ചെയ്തിരിക്കുകയാണ് മലയാളികൾ. 2001 തേരലിയെ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് ഭാവന പാനിയുടെ തുടക്കം. തുടർന്ന് കന്നഡ, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം അഭിനയിച്ചു. ആ സമയത്താണ് മലയാളത്തിൽ വെട്ടം സിനിമയുടെ ഭാഗമാകുന്നത്. പിന്നീട് ഹിന്ദി സിനിമകളിൽ സജീവമായ നടി പ്രിയദർശന്റെ തന്നെ ആമയും മുഴലും എന്ന സിനിമയിൽ ഒരു ഗാനരംഗത്ത് കാമിയോ റോൾ ചെയ്തിരുന്നു. നടി എന്നതിനു പുറമെ കഥക്, ഒഡിസി, കണ്ടംപററി നർത്തകിയും കൊറിയോഗ്രാഫറുമാണ് ഭാവന പാനി. ഇവരുടെ വീഡിയോകളെല്ലാം നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. പ്രത്യേകിച്ചും പഴയകാല നടികളുടെ വീഡിയോകളൊക്കെ ആരാധകർക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിലീപ് ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. വെട്ടം സിനിമ എപ്പോഴും കണ്ടാൽ ചിരി ഉയർത്തുന്ന ഒരു സിനിമയാണ്. എത്ര കണ്ടാലും മടുക്കാത്ത ഒരു സിനിമ കൂടിയാണ്. പലപ്പോഴും രാത്രി നേരങ്ങളിലെയും ഉച്ച നേരങ്ങളിലെയും മലയാളികളുടെ ഒരു സ്ട്രെസ് റിലീഫ് പടം എന്ന് വേണമെങ്കിൽ വെട്ടം സിനിമയെ പറയാം. വലിയൊരു വിജയ ചിത്രമായില്ലെങ്കിൽ കൂടി ടിവിയിൽ വന്ന സമയത്ത്, ടെലിവിഷനിലേക്ക് ഇത് വന്ന ശേഷം ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് നേടിയ ചലച്ചിത്രങ്ങളിൽ ഒന്ന് വെട്ടം തന്നെയായിരിക്കുമെന്ന് 100% ഉറപ്പാണ്. കാരണം ഇന്നത്തെ ജെൻ ഇസഡിനെ പറ്റി അറിയില്ലെങ്കിലും മിലേനിയം കിഡ്സ് മുതലുള്ള എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഈ വെട്ടം സിനിമ എന്ന് പറയുന്നത് ഒരു മറക്കാനാകാത്ത, എത്ര കണ്ടാലും മടുക്കാത്ത ഒരു ചിത്രം തന്നെയാണ്.